പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 17 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ, അവൻ പ്രാർത്ഥിക്കുവാൻ ഒക്കെ ആയിട്ട് സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട്, നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്തിട്ട് അക്കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി അങ്ങ് പരിപാലിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 13 അവസാനത്തെ 2 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: ഞാനോ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദിക്കും. ഞാൻ 2 കാര്യം ചെയ്യും. 1, അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു. 2, എൻ്റെ ഹൃദയം അങ്ങ് എന്നെ രക്ഷിച്ചതിൽ സന്തോഷിക്കും. അങ്ങനെ രക്ഷിക്കുന്നത് ഓർത്ത് ആനന്ദിക്കും. ഇനി 6-ാമത്തെ വാക്യം: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഈ പ്രഭാതത്തിൽ പാട്ടുപാടാനാണ് പറഞ്ഞത്. നമ്മൾ വിചാരിക്കും, കർത്താവേ, എൻ്റെ പല കാര്യങ്ങളും നടന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. കൈകാലുകൾ ചലിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ മഹാമാരിയുടെ നടുവിൽ അത്ഭുതകരമായി സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അവൻ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാനും നിത്യരക്ഷയ്ക്ക് അവകാശിയായി തീരുവാനും ഭാഗ്യം ലഭിച്ചത് ഏറ്റവും വലിയ നന്മയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ പറ, കർത്താവേ, അങ്ങ് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, അങ്ങ് നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, അങ്ങ് പരിപാലിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും ഞങ്ങളെ കരുതിയതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽ അങ്ങ് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നോ അവരുടെ ആ അവസ്ഥയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരനുഭവിക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ബ്രെയിനകത്ത് ബ്ലീഡിംഗ് ആയിട്ട് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. മനുഷ്യനും ഡോക്ടർമാർക്കും അസാധ്യമായത് എൻ്റെ അപ്പന് സാധ്യമാകിയാൽ സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ, ബ്രെയിനകത്ത് ബ്ലീഡ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ, ശരീരത്തിൻ്റെ പ്രവർത്തനം തളർന്നിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരം നീട്ടണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ റോഡ് ആക്സിഡന്റുകളിലൊക്കെ പെട്ട് കർത്താവെ, ഹോപ്പൊക്കെ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമേ. അങ്ങ് അത്ഭുതം ചെയ്യണമേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. അങ്ങ് വിടുവിപ്പാൻ ശക്തനാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറോണയാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വേഗത്തിൽ സൗഖ്യമാക്കട്ടെ. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ കർത്താവെ, അങ്ങനെ തിരുക്കരത്താൽ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ അതുപോലെ എന്ത് തരത്തിലുള്ള രോഗമാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആരോഗ്യം അവരുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി വിഷയങ്ങളിലൊക്കെ ഭാരപ്പെടുന്നവർക്ക് ദൈവം വിടുതലായിരിക്കണം. കർത്താവിൻ്റെ കരം നീട്ടണം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവ്, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ആനന്ദവും കൊടുത്തു കർത്താവ് അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവെ, മറ്റ് വിഷയങ്ങൾ കർത്താവെ അനുഭവപ്പെടുന്നവരൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കൈകളിൽ തരുന്നു. അങ്ങ് സമാധാനിപ്പിക്കുന്ന ദൈവമാ, അങ്ങ് ആശ്വസിപ്പിക്കുന്ന ദൈവമാ, അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല.
അങ്ങ് വിടുവിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ കർത്താവേ, ഇന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ, വേണ്ടുന്ന ആലോചന തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പകൽക്കാലം ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും വലിയ സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം, അന്യോന്യം ബലപ്പെടാം. അതല്ലാതെ നമുക്ക് മാർഗ്ഗങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആരെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ ആ പ്രാർത്ഥനാ വിഷയത്തെ ഏറ്റെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ദൈവവചനം കേൾക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആമേൻ. തീത്തോസ്, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 12 and 13. അതിനകത്ത് ഇംഗ്ലീഷും മലയാളം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട് വാക്യങ്ങൾക്ക് കേട്ടോ. ഓക്കെ, നമ്മൾ മലയാളം വായിക്കാൻ പോകും. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ 2 പ്രത്യാശയാണ്, അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. എന്താണെന്നറിയാമോ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ? നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക. എന്തിനാണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ, അതായത് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുകയും ഏറ്റവും അധികം കാംക്ഷിക്കുകയും ചെയ്യേണ്ടത്, പിതാവിൻ്റെ ഭവനത്തിൽ എനിക്കൊരു വാസസ്ഥലം എൻ്റെ യേശു ഒരുക്കിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശയാണ്. 2, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിലുള്ള പ്രത്യക്ഷത, അത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം, നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ആഗ്രഹം യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ വേദപുസ്തകത്തിൽ പറയുന്ന ലെവലിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ബോധ്യവും ഇല്ലാതെ പോയാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഈ 2 കാര്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അപ്പം ഭക്തികേടെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അൺഗോഡ്ലിനെസ്, അതായത് ദൈവമില്ലാത്ത ഒരു അനുഭവം. അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയൊക്കെ വിട്ട് ആരാധിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പക്ഷേ ആ ഒരു ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസൃതമായി നിൽക്കാതെ, ദൈവവചനത്തിന് ഒത്തവണ്ണം നിൽക്കാതെ നമ്മൾ നമ്മുടേതായ ഒരു ലെവലിൽ ജീവിക്കുക. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നു, എനിക്കൊരു ഭവനം അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ തേജസ്സിലുള്ള പ്രത്യക്ഷത അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ വരും. ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരായി മാറും. നമ്മുടെ ഉള്ളിൽ ചിന്തകൾ മാറും, പ്രപഞ്ചമോഹങ്ങൾ, ലോകമോഹങ്ങൾ കുറയും. ലോകത്തിലെ ആർഭാടങ്ങളും ലോകത്തിലെ ആ വലിയ ഇഷ്ടങ്ങളും ലോകത്തോടുള്ള താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോകും. നമ്മുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഒരു 90% ഓഫ് ആളുകളുടെ ആഗ്രഹങ്ങൾ ലോകത്തിലെ സുഖ സൗകര്യങ്ങളാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിലാണെങ്കിൽ, കർത്താവിൻ്റെ വരവെങ്കിലാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് മാറുവാനിട വരും. അപ്പം എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ ചിന്തകൾ നമ്മളെ ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകമോഹങ്ങൾ നമ്മളെ ഭരിക്കുന്നത്? കാരണം നമുക്ക് ഈ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്നു, കാലമേറെ ഇല്ല പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കിക്കേ. ആമേൻ. നിങ്ങളുടെ ചുറ്റുപാടുകൾ സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും, കർത്താവിൻ്റെ ആ മൽപ്രിയൻ്റെ വരവിന് ഇനി അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം ജീവിപ്പാൻ. എന്നിട്ട് പറയുക, വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ. എന്തുവാ ഈ സുബോധത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്ക് ബോധമുള്ളവരായിരിക്കും. നമ്മൾ പറയത്തില്ല അവനൊരു സുബോധമില്ല എന്ന് വെച്ചാൽ അവൻ സുബോധമില്ലാത്ത പോലെ സംസാരിക്കുന്നത്. 4 പേരുടെ നടുവിലിരിക്കുമ്പോൾ നിനക്കൊരു ബോധം വേണ്ട എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇതുപോലെ നമ്മൾ ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ദൈവ പൈതലാണെന്നും എനിക്കായി ഒരുക്കുന്നൊരു ഭവനമുണ്ടെന്നും എന്നെ ചേർപ്പാൻ യേശു വരുന്നു എന്നുമുള്ള സുബോധം നമുക്കുണ്ടാകും.
അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റുമെന്നറിയാം, നമുക്ക് മനസ്സിലായി ഞാൻ ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതമാണ്, ഏത് സമയവും എൻ്റെ പ്രാണപ്രിയം വരും, ഞാൻ എടുക്കപ്പെടും. അപ്പം ഈ ഭൂമിയിലെല്ലാം വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ നഷ്ടപ്പെടും. സുബോധം വന്നു. അപ്പോൾ എന്തു പറ്റും? നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവത്തോട് അടുക്കുവാനും തുടങ്ങും. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയെക്കുറിച്ചൊരു സുബോധമുണ്ടെങ്കിൽ TV കാണണമെന്നും കളിക്കണമെന്നുള്ള ആഗ്രഹം കുറഞ്ഞിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൂടും. ഇതുപോലെ തന്നെ ദൈവമക്കളായ നമുക്ക് എൻ്റെ യേശുക്രിസ്തുവിൻ്റെ വരവടുത്തിരിക്കുന്നു എന്ന ബോധം വരുമ്പോൾ ഈ ലോകത്തിൽ ആമേൻ സമ്പാദിക്കണം, ഈ ലോകത്തിൽ വലിയ ആളാകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കാൻ തുടങ്ങും. കാരണം പ്രാണപ്രിയൻ്റെ വരവടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ആ ഒരു ബോധമുണ്ട്? എത്ര പേർക്ക് ആ ഒരു ചിന്തയുണ്ട്? സുബോധമുള്ളവരായി ഭൂമിയിൽ ജീവിപ്പാനാ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. സുബോധത്തോടും നീതിയോടും, അതായത് ദൈവം തന്ന നീതി. ആമേൻ. നമുക്ക് യോഗ്യതയൊന്നുമില്ല, നമ്മളെ ദൈവം നീതീകരിച്ചു. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ആ ദൈവിക നീതിയിൽ ജീവിക്കും. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിപ്പീൻ. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ അവയവങ്ങളെല്ലാം എന്തു ചെയ്യും? ദൈവത്തിൻ്റെ നീതിക്ക് യുക്തമായ രീതി പ്രവർത്തിക്കാൻ തുടങ്ങും. നീതിയോടും ഭക്തിയോടും കൂടെ. അപ്പം ഈ ബോധമില്ലാത്തവർ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും സ്വർഗീയ ഭവനത്തെക്കുറിച്ചും ബോധമില്ലെങ്കിൽ ദൈവഭയമില്ല, ദൈവഭക്തിയില്ല. എന്നാൽ ഈ ബോധം വന്നു കഴിയുമ്പോൾ നമുക്ക് സുബോധമായി, സ്തോത്രം, നമ്മൾ നീതിയോടെ ജീവിക്കാൻ തുടങ്ങുന്നു. 2, ദൈവഭക്തിയോടുകൂടെ നമ്മൾ ജീവിക്കും. എന്തോ ഈ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ, ദൈവവചനം പ്രമാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, ദൈവവചനം ധ്യാനിക്കുവാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, ആരാധനയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം ഇതായി മാറട്ടെ. ഞാൻ വാസ്തവമായിട്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തെ തൊട്ട് ഞാൻ നിങ്ങളോട് പറയുക, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവടുത്തു. അതുകൊണ്ട് സുബോധമുള്ളവരായി ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കണം. പ്രപഞ്ചമോഹങ്ങൾ, ലോകമോഹങ്ങൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ അതിൻ്റെ പിറകെ ഓടുവാനിട വരാതെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ഏത് പ്രത്യാശയാണെന്ന് പറയാം? അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയുള്ളവർ. അവനിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം പ്രത്യാശയുള്ളവർ മാത്രമേ അതിനുവേണ്ടി ഒരുങ്ങപ്പെടുകയുള്ളൂ. ആമേൻ. നമുക്കൊരു കാര്യത്തിന് വേണ്ടി ഒരു പ്രത്യാശ ആഗ്രഹം ഉണ്ടെങ്കിലേ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയുള്ളൂ. അവനിൽ ഈ പ്രത്യാശ, ഏത്? കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ. ഇപ്പം നമ്മളൊരു വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുക, നാളെ രാവിലെ നമുക്കൊരു പിക്നിക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ വൈകിട്ടേ റെഡിയാകാൻ തുടങ്ങും. രാവിലെ ഒറ്റ വിളിക്ക് ചാടി എഴുന്നേക്കും. അവർ മറ്റേ സ്കൂളിൽ പോകുന്ന കാര്യം പറയാനോ മറ്റെന്തിനേലും വിളിച്ചാൽ ഇവർ എഴുന്നേക്കത്തില്ല. മറിച്ചടാ പിക്നിക്കിന് പോകാൻ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവരുടെ മനസ്സ് മുഴുവനും ഇത് പിക്നിക്കിന് പോകണമെന്നല്ലോ എന്നുള്ള ആഗ്രഹം കാരണം അവർ ചാടി എഴുന്നേക്കുവാനിട വരും. ഇവിടെ അതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്നത്, അവനിൽ ഈ പ്രത്യാശ, ഏതാ? യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുള്ളവർ. ആമേൻ. എല്ലാവരും എങ്ങനെ ജീവിക്കും? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട് പറയട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള, വരവെങ്കിൽ എടുക്കപ്പെടണമെന്നുള്ള ആ വരവ് ഏറ്റവും അടുത്തിരിക്കുക. സോ ആ 10 കന്യകമാരിൽ 5 കന്യകമാർ ഒരുക്കമുള്ളവരായിരുന്നു എന്ന് പറയുന്നു. ഇതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളും ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ഒരുങ്ങുവാൻ, ഒന്നുകൂടെ ശ്രദ്ധിക്കുവാൻ, ഒന്നുകൂടെ സുബോധത്തോടെ ജീവിപ്പാൻ, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും ഈ ലോകത്തിലെ ആഗ്രഹങ്ങളും ആമേൻ പദവികളും ആമേൻ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ വിട്ടിട്ട് ദൈവത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. സോ ഇത് കേട്ടിട്ട് കേൾക്കാതിരിക്കുന്ന പോലെ ഇരിക്കരുത്. ആമേൻ. കാരണം കർത്താവിൻ്റെ വരവെങ്കിൽ ഞാനിതൊന്നും അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഇത് തന്നെ പറയുന്നത്. അതുകൊണ്ട് കേട്ട വചനം നമുക്ക് ദോഷമാകാതെ നന്മയ്ക്കായി തീരട്ടെ. അതുകൊണ്ട് സുബോധമുള്ളവരായി, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലരായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.